ഷെയ്ക്ക് റെഡിയാക്കാം. കുറച്ച് വ്യത്യസ്തമായ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് ഉപയോഗിച്ചാണ് ഈ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ക്യാരറ്റ് ആണെന്ന് തോന്നുകയില്ല, ആ രീതിയിലുള്ള ഷെയ്ക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പംകിൻ ജ്യൂസ് ഉണ്ടാക്കിയപ്പോൾ അതിൽ തേൻ ചേർത്തിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കമന്റ്സ് വന്നിരുന്നു, ഇത് ഏത് ബ്രാൻഡ് തേനാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ബ്രാൻഡഡ് ആയിട്ടുള്ള തേനല്ല ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് തേനീച്ച കൃഷി ഉള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച തേനാണ്. അപ്പോൾ ബ്രാൻഡ് ഇപ്പോൾ നമ്മൾ ഡാബറിന്റെ ഒക്കെ തേൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് അല്ല അത്. അപ്പോൾ നിങ്ങൾക്ക് നാടൻ തേൻ കിട്ടും എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡാബർ ഒഴികെ വേറെ ഏതെങ്കിലും, എന്താ വെച്ചാൽ എനിക്ക് കഴിച്ചിട്ട് ഡാബറാണ് ഒട്ടും ടേസ്റ്റ് ഇല്ലാതിരുന്നത്. അപ്പോൾ അത് ഞാനുള്ള കാര്യം പറയണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് തേനിന് പകരമായിട്ട് പഞ്ചസാര ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ തേനും പഞ്ചസാരയും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ കയ്യിൽ പനങ്കൽക്കണ്ടുണ്ടെങ്കിൽ അതും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചേർക്കാം. പഞ്ചസാര ഞാൻ ഒഴിവാക്കിയത് ഇതൊരു ഹെൽത്തി ഷേക്ക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഈന്തപ്പഴത്തിന് നല്ല മധുരമുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ തേനോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഈന്തപ്പഴത്തിന്റെ മധുരം മാത്രം മതി. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇപ്പൊ എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതോ പാല് തിളപ്പിക്കാതെ ഉപയോഗിക്കുക എന്നുള്ളതോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എപ്പോഴും ഞാൻ ഏത് ഷേക്ക് ഉണ്ടാക്കിയാലും സ്മൂത്തി ഉണ്ടാക്കിയാലും എപ്പോഴും പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കും, ചൂട് മാറി കഴിയുമ്പോൾ. ആ രീതിയിലാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്കൊക്കെ ഒരു മനസ്സിൽ പിടിക്കാത്തൊരു അവസ്ഥയുണ്ട്, പച്ചപ്പാല് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിച്ചിട്ട് ചൂട് മാറി പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും പ്രശ്നമൊന്നുമില്ലാതെ ആ ഒരു മനസ്സിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ക്യാരറ്റ് ഷേക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നന്നായിട്ടൊരു എനർജിയും തോന്നും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചൂട് കാലത്ത് വളരെയധികം നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഷേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 ക്യാരറ്റ് തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രഷ് ജ്യൂസ് അല്ലാത്തതുകൊണ്ട് ക്യാരറ്റ് കുക്ക് ചെയ്ത് തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് വരും. പിന്നെ ഇത് പാല് തിളപ്പിച്ചതിന് ശേഷം ചൂട് മാറി കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ആ ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് ഈ ഷേക്ക് റെഡിയാക്കാം. ഞാനിപ്പോൾ തണുപ്പുള്ള പാലെടുത്തേ ഉള്ളൂ. തിളപ്പിച്ച പാലാണ് എപ്പോഴും എടുക്കുമ്പോൾ നല്ലത്. ഷേക്ക് ആയാലും സ്മൂത്തി ആയാലും തിളപ്പിച്ച പാല് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാം. എന്ന് വെച്ചാൽ പച്ചപ്പാല് കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. പിന്നെ ഈന്തപ്പഴം 4 ഈന്തപ്പഴം വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. തേൻ എടുത്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തേനും ഈന്തപ്പഴവും ഡാർക്ക് ചോക്ലേറ്റും ഇത് 3ഉം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യാം. തേനിന് പകരമായിട്ട് പഞ്ചസാര ചേർക്കാം. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടമായിരിക്കും. ക്യാരറ്റിൻ്റെ ടേസ്റ്റിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾക്കല്ല, നമ്മുടെ വീട്ടിൽ വലിയ ആളുകൾക്കാണെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് ഒഴിവാക്കാം. പിന്നെ ഈന്തപ്പഴത്തിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട്സ് ചേർക്കാം, കാഷ്നട്ട്സ് ചേർക്കാം. പക്ഷേ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈന്തപ്പഴം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ കൂടെ തന്നെ ആൽമണ്ട്സും കാഷ്നട്ട്സും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കാം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുക, അതനുസരിച്ച് ചേർക്കാം. അപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ റൗണ്ടിൽ കനം കുറച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ, അധികം വലിയ പീസുകളല്ലാതെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് കുക്ക് ചെയ്ത വെള്ളം എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വേണ്ടല്ലോ എന്ന് വിചാരിച്ചു പാല് മാത്രം ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഷേക്ക് റെഡിയാക്കുന്നത്. ഞാനിപ്പോൾ മിക്സിയുടെ വലിയ ജാറിലാണ് ഇത് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ജ്യൂസറിൽ വേണമെങ്കിൽ ജ്യൂസറിൽ ഈ ഷേക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ആയിരിക്കണം. വാടിപ്പോയ ക്യാരറ്റ് ആണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈന്തപ്പഴം, അപ്പോൾ നിങ്ങൾ ഈന്തപ്പഴം ചേർക്കുമ്പോൾ ഈന്തപ്പഴത്തിന് മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ തേനും പഞ്ചസാരയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പീസ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ക്യാരറ്റ് നന്നായിട്ട് അരഞ്ഞു വരുമ്പോൾ ബാക്കി പാല് ചേർക്കാം. അപ്പോൾ നമ്മളിത് കണ്ടോ,
ഇതുപോലെ ഈന്തപ്പഴവും ക്യാരറ്റും എല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റേജ് പാല് ചേർക്കുകയാണെങ്കിൽ വേഗം നമുക്ക് ഈ ഒരു ഷേക്ക് അടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കും. ഒരുമിച്ച് തന്നെ നമ്മൾ മുഴുവൻ പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഓരോ പ്രാവശ്യവും മിക്സിയിലൊന്ന് അടിച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും അടിക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇതാകുമ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ക്യാരറ്റ് ആണെന്ന് കുട്ടികൾക്ക് ഒട്ടും തന്നെ മനസ്സിലാവില്ല. ഞാൻ ബാക്കിയുള്ള പാലും കൂടി ചേർക്കുകയാണ്. നമ്മുടെ ക്യാരറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ്, സ്മൂത്തി അല്ല. സ്മൂത്തി ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴം ഒക്കെ ചേർത്തിട്ടാണ് സ്മൂത്തി ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഷേക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 ക്യാരറ്റ് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മധുരം ചെക്ക് ചെയ്തപ്പോൾ വളരെ കുറച്ച് തേൻ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. മധുരം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആവശ്യത്തിന് മധുരം ഉണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മധുരം കുറവാണെങ്കിൽ മാത്രം ചേർക്കുക. തേൻ ചേർത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ ഡയറി മിൽക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ചേർക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവർ അല്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവറാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ വാനില ഐസ്ക്രീം ചേർക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ഏതാണോ ആ ഒരു ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർക്കാം ഇതിലേക്ക്. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് ആണെങ്കിലും ചേർക്കാം. അപ്പോഴും ആ ഒരു വാനില ടേസ്റ്റ് വരും. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ മിക്കവാറും വീടുകളിൽ ഉണ്ടാവാറുള്ളതാണ് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉണ്ടാവും. ഏതെങ്കിലും ബ്രാൻഡിൻ്റെ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് തിക്കായിട്ടുള്ളതോ തിന്നായിട്ടുള്ളതോ ഏതെങ്കിലും ഒരു സിറപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട്, കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. വലിയ ആളുകളാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് ചോക്ലേറ്റ് സിറപ്പുകൾ ഡെക്കറേറ്റ് ചെയ്ത് ഒഴിക്കുക. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ, ഏത് രീതിയിലൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു രീതി. ഞാനിപ്പോൾ ഒരു പ്ലെയിൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നല്ലത്. ഗ്ലാസ്സിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ പിടിച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഗ്ലാസ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ പല ഡിസൈൻസ് ആയി വരും നമ്മൾ ഗ്ലാസ് തിരിക്കുന്നതനുസരിച്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഡിസൈൻ ആയി വരും. ഫ്രീസറിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ച് സെറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഈ ചോക്ലേറ്റ് ഗ്ലാസ്സിലേക്ക് നന്നായിട്ട് പിടിച്ചു കഴിയും. അപ്പോൾ ഈ ഒരു ഡിസൈനിലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്ത് എത്താത്ത രീതിയിൽ ഏറ്റവും മുകളിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് നമ്മുടെ ഈ ഷെയ്ക്കിൻ്റെ ലെവലിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ, മുകളറ്റം വരെ വരരുത്, അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഗ്ലാസ്സിൽ ചോക്ലേറ്റ് സിറപ്പ് യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാകാൻ സമയമെടുക്കും. ഫ്രീസറിൽ നമ്മൾ തണുപ്പ് നന്നായിട്ട് കൂട്ടിയിടുക. അത് ഇപ്പോൾ ഫാസ്റ്റ് ഐസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ തിരിച്ചിടുകയാണെങ്കിൽ വേഗം തന്നെ സെറ്റാവും. അപ്പോൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ ഷേക്ക് ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ നോക്കുമ്പോൾ ക്യാരറ്റ് ഷേക്ക്, പൊതുവെ കുട്ടികൾക്ക് ക്യാരറ്റിനോടൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല. ക്യാരറ്റ് ഷേക്ക് എന്ന് പറഞ്ഞാൽ പോലും കുട്ടികൾ വിശ്വസിക്കില്ല. അതെന്ന് ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കും, അല്ലെങ്കിൽ വാനിലയോ സ്ട്രോബെറിയോ അവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ കളറൊക്കെ കാണുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല, ഇതിലേക്ക് ഒഴിക്കുന്നില്ല നമ്മുടെ ഷേക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ചോക്ലേറ്റിൻ്റെ പീസും കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുത്തത്. അതുകൊണ്ട് ഞാൻ വേറൊരു ഗ്ലാസ്സിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൊടുക്കാൻ, കുട്ടികളെ ഷേക്കൊക്കെ കുടിപ്പിക്കാൻ എളുപ്പമുള്ളൊരു രീതി കാണിച്ചു തന്നേ ഉള്ളൂ. ഇതുപോലെ പല രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത ഗ്ലാസ്സുകളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി ക്രഷ് ഉണ്ടെങ്കിൽ സ്ട്രോബെറി വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അങ്ങനെ ഏതാണോ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കുട്ടികൾക്ക് അട്രാക്ഷൻ തോന്നുന്ന കളർ, ചോക്ലേറ്റ് ആണ് പൊതുവെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടം. പിന്നെ സ്ട്രോബെറിയുടെ ആ ഒരു കളർ താല്പര്യമുള്ള കുട്ടികൾ, കുറച്ചുകൂടി ഒരു കളർഫുൾ ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ആ സ്ട്രോബെറി ക്രഷ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണിത്. പിന്നെ വലിയ ആളുകൾക്കാകുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ്
ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് തിക്കായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ തേൻ ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കോഫി പൗഡർ ഉണ്ടാവില്ലേ, കോഫി പൗഡർ ഒന്ന് പതുക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നും ഗാർണിഷ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ഷേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഫി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ക്യാരറ്റ് ഷേക്കാണെന്ന് ആരെങ്കിലും പറയുമോ? അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ ഇത് ക്യാരറ്റ് ആണെന്ന് വിശ്വസിക്കുകയില്ല. കഴിച്ചു കഴിഞ്ഞാലും ക്യാരറ്റിൻ്റെ ഫ്ലേവർ അറിയില്ല, പക്ഷേ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ചൂടുകാലത്ത് അല്ലാതെയും കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണത്. പിന്നെ ചൂടുകാലത്താകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂട് കൂടുമ്പോൾ നമ്മൾ പല വിധത്തിലുള്ള ജ്യൂസും ഷേക്സും എല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഇതുവരെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടില്ല നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്നൊരു ഐക്കൺ ഉണ്ട്. സബ്സ്ക്രൈബ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബെൽ ഐക്കൺ തെളിഞ്ഞു വരും. ആ ബെൽ ഐക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല, സബ്സ്ക്രൈബ് എന്നുള്ള ഐക്കൺ മാത്രമേ ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്താലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോഴേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.